ഹലോ ഗൈസ്, പത്തരമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശിനോട് ജയനും അജയനും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ജയൻ പറയുന്നുണ്ട്, ഇനി വീട്ടിൽ ആകെ പ്രശ്നങ്ങളായിരിക്കും. നീ ഇനിയിപ്പം ഭാര്യയ്ക്കൊപ്പം നിൽക്കണം, അമ്മയ്ക്കൊപ്പം നിൽക്കണം, നീ ആയിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടുപോകാൻ പോകുന്നത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അജയൻ പറയുന്നുണ്ട്, അത് നേരാ, പണ്ട് ഭാര്യയെ സ്നേഹിക്കാത്തതുകൊണ്ട് അമ്മയ്ക്കൊപ്പം മാത്രം നിന്നാൽ മതിയാവും. പക്ഷേ ഇപ്പോൾ അവസ്ഥ അതല്ലല്ലോ. ഇപ്പോൾ ഭാര്യയ്ക്കെപ്പോഴും നിൽക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശം പറയുക, എങ്ങനെ നിൽക്കാതിരിക്കുക ഇളയച്ചാ, അവളുടെ ഉള്ളിൽ അത്രയ്ക്ക് നന്മയുണ്ട്, അവളെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വൈകിപ്പോയി, അവൾ അത്രയ്ക്ക് നല്ല ആളാണ്, അവൾ സ്ട്രെയിറ്റാ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന ജയൻ കളിയാക്കിക്കൊണ്ട് ആദർശനോട് പറയാണ്, അപ്പോൾ സ്ട്രെയിറ്റ് ഇല്ലാത്ത അമ്മയാണോ എന്നിങ്ങനെ പറയുമ്പം ദേവയാനിയും ജാനകിയും കൂടെ അങ്ങ് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജയൻ പറയുന്നുണ്ട്, ഇനി ഒരു മരുമോളും കൂടെ വന്നു കഴിയുമ്പം വീട്ടിൽ ചേരിഞ്ഞായിരിക്കും ഓരോ തർക്കങ്ങൾ എന്നൊക്കെ പറയുവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് വരുന്ന ദേവയാനിയും ജാനകിയും പറയുകയാണ്, ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്, പെണ്ണുങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ആ നയന എന്ന് പറയുന്നവളെ നിങ്ങൾക്ക് ഒരു കാരണവശാലും മനസ്സിലാവാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നയനനെ കുറേ കുറ്റപ്പെടുത്തുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് മടുത്ത് കഴിയുമ്പം ജയൻ പറയുന്നുണ്ട്, നിനക്ക് ഒരു മോൻ മതി, ആദർശം മാത്രം മതിയെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ഒരു മോളെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന പോലെ എനിക്ക് കിട്ടിയ മരുമോളാണ് നയന, അത്രയ്ക്ക് നല്ല കൊച്ചായെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജാനകിക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജാനകി നയനയ്ക്കെതിരെ ഓരോന്ന് പറയുവാണ്. അത് കേൾക്കും ദേവയാനി പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്, ജാനകി വരെ മാറ്റി പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അജയൻ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഇനി നിങ്ങൾ കാരണം വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ദേവയാനി അജയനെ എതിർത്ത് സംസാരിക്കണം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തുമില്ല, ആണുങ്ങളുടെ തലയിലോട്ട് വെളിച്ചോട്ട് വീഴത്തുമില്ല അനന്തപുരിയിൽ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജയൻ പറയുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും കാണാതെ ഒരു കാരണവശാലും ആരെയും വീട്ടിലോട്ട് സ്വീകരിക്കത്തുമില്ല, അവരെക്കുറിച്ച് നല്ലത് പറയത്തുമില്ല. അച്ഛൻ്റെ ഇത്രയൊന്നും കാലത്തെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്കത് മനസ്സിലായതാണ്. അച്ഛൻ നയന നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും, അത് നിനക്കും ഇവക്കും ഒക്കെ എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാവും എന്ന് പറയുവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതൊന്നും തീരെ ഇഷ്ടപ്പെടാതെ നമ്മുടെ ദേവയാനിയും ജാനകി അവിടെ നിന്ന് പോവുകയാണ്. അതേ സമയത്ത് അജയൻ ചെന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട്, എടാ, ഇനി നയനെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, നീ അവളെ വിട്ട് കളയരുതെന്ന് പറയുമ്പം ആദർശ് പറയുവാണ് കേട്ടോ, ഒരിക്കലും ഇല്ല ഇളയച്ചാ, എനിക്കിപ്പോൾ അവളെ അറിയാം, എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുന്ന ജയനും അജയനും ചെറുതായിട്ട് ആദർശനൊന്നും കളിയാക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന ആദർശ് നമ്മുടെ സ്വാമിയെ കാണാൻ വേണ്ടി ചൊല്ലുവാണ്. അപ്പോൾ സ്വാമി പറയുന്നുണ്ട്, ഇത് മുത്തശ്ശനെ അറിയിക്കേണ്ടതായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു ഈ വിവാഹം ഒരിക്കലും നടക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു, ആ ചെറുപ്പക്കാരൻ്റെ ജാതകത്തിൽ അങ്ങനെ ഒരു യോഗമുണ്ട്, അങ്ങനെയുള്ള ഒരു യോഗമുള്ള ജാതകത്തിലുള്ള പെൺകുട്ടിയായിട്ട് മാത്രമേ വിവാഹം നടത്താവുള്ളായിരുന്നു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം, എല്ലാം കഴിഞ്ഞു, പ്രാർത്ഥിക്കുക, അത്ര തന്നെ, അല്ലാതെ ഞാനെന്ത് പറയാനാ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇതൊക്കെ കേൾക്കുന്ന ആദർശാകെ വിഷമിച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്വാമി പെട്ടെന്ന് ചോദിക്കുവാണ്, അല്ല, അയാൾ ആരെങ്കിലും പ്രണയിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട്, അതെന്താ സ്വാമി അങ്ങനെ ചോദിക്കാമെന്ന് ചോദിക്കുമ്പം സ്വാമി പറയാം, അല്ല, തീവ്രമായൊരു പ്രണയം അയാളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ആ പെൺകുട്ടിയായിട്ട് ഒന്നിക്കുമായിരിക്കും, ആ ഒന്നിക്കാൻ വേണ്ടി ഈ ദോഷം പോകാൻ വേണ്ടിയിട്ടൊരു വിവാഹം മാത്രമായിരിക്കും ഇതെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ആദർശാകെ തകർന്നു നിൽക്കുവാണ്. കഴിഞ്ഞ് സ്വാമി അങ്ങ് പോയി കഴിഞ്ഞാൽ ആദർശ് വെളിയിൽ ചെന്ന് അനിയനെ തപ്പുവാണ് കേട്ടോ. അപ്പോൾ അനി ആരെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ ആരെയും നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനി പറയുവാണ്, അല്ല, നന്ദുവിനെ, അവളെ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞായിരുന്നു, കല്യാണത്തിൻ്റെ സമയത്തും അവളെ അവിടെയെങ്കിലും കണ്ടില്ല എന്ന് പറയുമ്പോൾ ആദർശ് ചെറുതായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, നീ ഇനി നോക്കേണ്ടത് നന്ദുവിനെയല്ല, അനാമികേനെയാണ്, പഴയ കാര്യങ്ങളെല്ലാം നീ മറന്നേക്ക് എന്നൊക്കെ പറയുമ്പം അനി പറയാണ്, അവൾക്കെന്നോട് ഇഷ്ടമാണെന്ന് പറയായിരുന്നു അല്ലേ ഏട്ടാ എന്ന് പറഞ്ഞ് വീണ്ടും നന്ദുവിനോടുള്ള ഇഷ്ടം ഉള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് പറയാണ്, അതെല്ലാം മറന്നേക്ക്, അല്ലെങ്കിലും ഇനി അതൊന്നും ഓർക്കാൻ നിനക്ക് സമയം ഉണ്ടാവുകയില്ല, കല്യാണം കഴിഞ്ഞല്ലോ, ഇനി 3 ബ്രാഞ്ചാണ് നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, പിന്നെ തിരക്കായിരിക്കും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നീ എന്തായാലും അനാമികയും കൂടെ കൂട്ടിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും അനി പറയാണ്, അത് വേണ്ട, എൻ്റെ ബാക്കി 2 ഏടത്തിമാരെ പോലെ തന്നെ അവളും അനന്തപുരിയിൽ തന്നെ ഇരുന്നാൽ മതി, ഓഫീസിലോട്ടൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനി പറയാം, ഇനി വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കും, ഇപ്പം തന്നെ താലി കഴിഞ്ഞ് വീണേന് നയനേടത്തിനാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുമ്പം ആദർശ് പറയാം, അവളത് മുറുക്കി കിട്ടിയതാ, പക്ഷേ എന്തു പറ്റിയോ എന്തോ എനിക്കറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും അനി പറയാണ്, അതിന് അവരുടെ കുടുംബത്തിൻ്റെ നന്മയൊന്നും ഇവിടെയുള്ളവർക്കൊന്നും കാണാനുള്ള മനസ്സിലല്ലോ,
എന്തിനു പറയുന്നത്, നയനേച്ചിയുടെ നന്മ പലപ്പോഴും ഏട്ടൻ പോലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് പോവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് ഇങ്ങനെ ചെറുതായിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും കനകേനെയാണ് കേട്ടോ. അവർ രണ്ടും നന്ദുവിൻ്റെ കാര്യം ഓർത്ത് ഐസിൻ്റെ ഫ്രണ്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അത് കഴിയുമ്പോൾ കനക പറയുന്നുണ്ട്, നന്ദൂട്ടിന് ഇനി ഒന്നും പറയണ്ട കേട്ടോ, അവൾക്ക് ഒരുപാട് വിഷമമായി കാണും, അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൂർത്തി സാറ് ആ വഴിക്ക് വരുവാണ് കേട്ടോ, ഒരു വീൽ ചെയറിൽ. അപ്പോഴേക്കും ഇവരെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് മൂർത്തി സാറ് ചോദിക്കും, അല്ല നിങ്ങളെന്താ ഇവിടെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല, മോള് നന്ദുമോക്ക് പെട്ടെന്നൊരു തലകറക്കം, കല്യാണത്തിൻ്റെ സമയത്ത് അവൾ പെട്ടെന്ന് പുറത്തോട്ടെങ്ങാണ്ട് ഇറങ്ങിയതാ, എവിടെയോ വീണു, അതുകൊണ്ട് ഇങ്ങ് വന്നതാന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മൂർത്തി ചോദിക്കുവാണ്, അപ്പോൾ ICU കയറ്റാൻ പാകത്തിന് എന്താ പറ്റിയ എന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, ചെറുതായിട്ട് ശ്വാസം കിട്ടാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞേ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുവാണ് കേട്ടോ. മുത്തശ്ശനോടും തല ഇറങ്ങി വീണെന്നുള്ള രീതിയിലാണ് പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇതൊക്കെ കേട്ട മുത്തശ്ശൻ പറയുന്നുണ്ട്, കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ കൂടിയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു സാർ, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടിയിട്ടാണ് വന്നേ എന്നൊക്കെ പറയുവാണ്. അപ്പോഴും മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കൊരു താല്പര്യമില്ലായിരുന്നു, അതായിരുന്നു ആകെ ഒരു വിഷമം, എന്തായാലും എല്ലാം നല്ലപോലെ നടന്നല്ലോ, വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുക, എനിക്കും ചെറിയൊരു ശ്വാസം എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എന്തായാലും അങ്ങ് പോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനും ഡോക്ടറിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. മുത്തശ്ശനങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും കനകയും ഗോവിന്ദനും പരസ്പരം നോക്കുന്നുണ്ട്, ഇനി കൂടുതൽ പ്രശ്നമാവുമോ അറിയുമോ എല്ലാവരും എന്നൊക്കെ ഓർത്ത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അനാമികേനെയാണ് കേട്ടോ. അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞ് ഉപദേശിക്കുവാണ്, മോളെ നീ അവിടെ കയറിയിട്ട് പയ്യെ അടിച്ചു മാറ്റാൻ പറ്റുന്ന പോലെയൊക്കെ അടിച്ചു മാറ്റി പറ്റിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കാശ് ഒപ്പിച്ച് തരണം, എവിടെയെങ്കിലും ഒരു 10-15 സെൻറ്റ് സ്ഥലം മേടിച്ച് അവിടെ നല്ലൊരു വീട് വെക്കണം, കല്യാണത്തിന് പോലും അസൂയക്കാരെ മാറ്റി നിർത്തിയിട്ടാണ് ഞങ്ങൾ കല്യാണം വിളിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ കടക്കണിയുടെ കാര്യമൊക്കെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് തലയാട്ടിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അനാമിക. ആ സമയത്ത് പെട്ടെന്ന് ദേവയാനിയും ജാനകിയും കാണുമ്പോൾ കണ്ടുകൊണ്ട് കാണിക്കുവാണ്, അവർ വന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോളെ പിരിയുന്ന വിഷമമാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, മോൾ ഞങ്ങളുടെ സ്വന്തം മോളല്ലേ, അവിടെ വന്നു കഴിയുമ്പം നിങ്ങൾക്കും അവിടെ വന്ന് നിൽക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ വേണു പറയാണ്, അതൊന്നും ശരിയല്ലല്ലോ, നാട്ടുനടപ്പ് അങ്ങനെ അല്ലല്ലോ എന്ന് പറയുമ്പം അവർ പറയുകയാണ്, നാട്ടുനടപ്പൊന്നും നോക്കണ്ട, ഇന്നത്തെ കാലത്ത് ആരാ അത് നോക്കുന്നേ എന്ന് പറയുമ്പം രേവതി പറയാണ്, ഒറ്റ മോളിലേ ഉള്ളൂ, പോകുന്നൊരു വിഷമമുണ്ട് അത്രേ ഉള്ളൂ, എന്നാലും പറഞ്ഞു വിടാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുവാണ്. ആ സമയം നമ്മുടെ ദേവേനി പറയാണ്, ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, മോളെ ഞങ്ങളുടെ സ്വന്തം മോളായിട്ട് തന്നെ കണ്ടാൽ അങ്ങോട്ട് കൊണ്ടുവന്നേ, എനിക്കൊരു മരുമോളുണ്ടല്ലോ, അവൾ കയറി വന്ന പിന്നെ അവിടെ ഇരുട്ടാ, ഇനി മോള് വന്നിട്ട് വേണം എന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് അനാമിക ഭയങ്കരമായിട്ട് സന്തോഷിച്ചങ്ങ് ഇരിക്കുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ മൂർത്തി സാറ് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആവുന്ന കാര്യമൊക്കെ ഡോക്ടറിനോട് ചോദിക്കുവാണ്. ആ കൂടത്തിൽ നന്ദുവിന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടറൊന്നും പറയുന്നില്ല, പക്ഷെ പറയുന്നുണ്ട് വന്നപ്പോൾ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുവാണ്. കഴിയുമ്പോൾ മൂർത്തി സാറിനോട് പറയുന്നുണ്ട്, സാറ് പേടിക്കുകയൊന്നും വേണ്ട, മെഡിക്കൽ ടീം സാറിൻ്റെ കാര്യത്തിൽ നല്ല കോൺഫിഡൻ്റ് ആണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാൻ പറ്റും എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു അനിയുടെ ഓരോ കാര്യങ്ങൾ പഴയ ഓർമ്മകളൊക്കെ ഓർത്ത് ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്